ബെസ്റ്റ് ഒരു മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതാ പറയാ, അല്ല പെട്ടെന്ന് അങ്ങനെ ഒരു എല്ലാ മൊമെന്റ്സും ഇങ്ങനെ ഇതിൽ വരുന്നോണ്ട് പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ ചോദിക്കുമ്പോ പറയാ ഒരു ഇത്. ബെസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ മരിച്ച സമയത്തെ എനിക്ക് കോളേജിൽ പോകാനൊന്നും പറ്റാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫാദർ മരിച്ച അതൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എങ്ങനെയായാലും പഠിക്കാൻ പോണേന് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും പോയി പഠിക്കി എന്നുള്ള ആ ഒരു പെർമിഷൻ കിട്ടിയത്. ഞങ്ങളുടെ ആ ഒരു സമയത്ത് പഠിക്കാൻ പോകാനൊക്കെ ഇത്തിരി റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു പെൺകുട്ടികൾക്ക്. അപ്പൊ അത് അമ്മ തന്നതുകൊണ്ടാണ് ഇന്നിപ്പോ നമുക്ക് ഇങ്ങനെ മക്കളുടെ കൂടെ ഇപ്പൊ ഇങ്ങനെ നമുക്ക് അടിച്ചു പൊളിച്ച് പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അമ്മയുടെ കൂടെ ഉള്ള ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മൊമെന്റ് ഏതാണ്? അമ്മയുടെ കൂടെ ഇങ്ങനെ കറങ്ങാൻ പോലെ അതൊക്കെ തന്നെ. കറങ്ങാൻ പോലാണോ ഇഷ്ടം? എവിടേക്ക് പോവും അമ്മയുടെ കൂടെ? അമ്മയുടെ കൂടെ ഇങ്ങനെ കൊറേ ദൂരമുള്ള സ്ഥലത്തേക്ക് പോവും, അങ്ങനെ അത്ര തന്നെ. അമ്മ ചോറ് വരുത്തിരോ? ചോറ് വരുത്തിട്ട് ഇഷ്ടമാണോ അമ്മ? അതിഷ്ടാ. എപ്പോഴും വരുത്തരോ? എപ്പോഴും വരുന്നില്ല, ഇടയ്ക്കൊക്കെ. വഴക്കിട്ട് ചോറ് മാറി തരൂന്ന് പറയാറില്ല? അങ്ങനെ പറയാറില്ല. മൊമെന്റ് ചോദിച്ചാല് ഞാൻ ജനിച്ച് ഇത്രയും കാലം ഉള്ള മൊമെന്റ്സ് തന്നെയാണ്. കാരണം അച്ഛനില്ലാതെ എൻ്റെ അമ്മ എന്നെ വളർത്തി, അതുകൊണ്ട് ആ മൊമെന്റ്സ് തന്നെയാണ് എനിക്ക്. എല്ലാ മൊമെന്റ്സും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അടിപൊളിയായിട്ട് പോകും. ഇപ്പൊ കുറച്ച് കുസൃതിയൊക്കെ തുടങ്ങിയോണ്ട് അതിൻ്റെതായ, എന്നാലും അത് എൻജോയ് ചെയ്യുന്നു. നല്ലൊരു അനുഭവമാണ്. ഒരുപാട് ആലോചിക്കാറുണ്ട്. അവർ അന്നത്തെ കാലത്ത് എങ്ങനെ നമ്മളൊക്കെ ഹാൻഡിൽ ചെയ്തു എന്ന് ആലോചിക്കാറുണ്ട്. ഒരു മൊമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും? സ്പെഷ്യലായിട്ട് മൊമെന്റ് എല്ലാ മൊമെന്റും നല്ല മൊമെന്റ് ആണ്. വീട്ടിൽ താമസിച്ച് കയറാറുണ്ടോ? എങ്ങനെ താമസിച്ചിട്ട് വീട്ടിൽ കയറാറുണ്ടോ? ഉണ്ട് അല്ലെങ്കിൽ കേറിയിട്ടുണ്ടോ? ഉണ്ട്. ആരാ കഥ പറഞ്ഞില്ല? അമ്മ. അമ്മ. അത് സ്പെഷ്യലായി തോന്നിയിട്ടില്ല? സ്ഥിരം ചെയ്യുന്നല്ലേ. എല്ലാം ബെസ്റ്റ് മൊമെന്റ് അല്ലേ. അത് ഓക്കെ, ശരിയാണോ? ഒരുപാട് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കൂടെ വീട് പോകാൻ സിറ്റുവേഷനിൽ കൂടെ വന്നിട്ടുണ്ട്. അത് പറയാണ്ട് ഞാൻ അറിയാണ്ട് തന്നെ കൂടെ വന്നിട്ടുണ്ട്. അത് എനിക്കറിയായിരുന്നു കൂടെ ഉണ്ടാവും. അമ്മ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അത് നേടിക്കൊടുക്കുന്നുണ്ട്. അമ്മയായിട്ടുള്ള ബെസ്റ്റ് മോമെന്റ് എന്ന് പറയുമ്പോ അത് അമ്മയുടെ പോലത്തെ ഒരു സ്നേഹം ഇതേവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് വേറൊരാളിൽ നിന്നും ഇന്നേ വരെ കിട്ടാത്ത ഒരു സ്നേഹം കിട്ടിയേക്കണത് അമ്മയിൽ നിന്ന് മാത്രമാണ്. കാരണം അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. ഒരു 100 പ്രാവശ്യം എന്ത് തെറ്റ് ചെയ്താൽ പോലും അവർക്കൊരു കുഴപ്പമില്ലാണ്ട് അവരത് പിന്നെയും അത് മകനാണെന്നുള്ളൊരു കോട്ടത്തിൽ വിട്ടുവിട്ട് കളയും. അപ്പൊ അതേപോലത്തെ ഒരു സ്നേഹം എനിക്ക് വേറൊരാളിൽ നിന്നും കിട്ടിയിട്ടില്ല. അത്രക്ക് ക്ഷമിക്കുകയും സഹിക്കുകയും പൊറുക്കുകയും നമ്മ എന്തൊക്കെ ചെയ്താൽ പോലും അവസാനം നമുക്ക് പിന്നീട് വിഷമം പോകും. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവരോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും മനസ്സിലൊരു ബുദ്ധിമുട്ട് വന്നു, വേണ്ടായിരുന്നു. ബെസ്റ്റ് മൊമെന്റ് എല്ലാ ദിവസവും ബെസ്റ്റ് മൊമെന്റ്സ് തന്നെയാണ്. എല്ലാ ദിവസവും ചീത്ത കിട്ടിയിരുന്നു, ഇപ്പൊ കിട്ടാറില്ല ഇടക്കൊക്കെ. പിന്നെ ഉറപ്പായിട്ടും എല്ലാ ദിവസവും ഉമ്മച്ചി സീൻ ഡെയിലി ആ സീൻ. ഞാൻ വന്നവരും ഉറങ്ങൂല, അതാണ് ഏറ്റവും വലിയ സീൻ. ചോറ് വിളമ്പി തരാറുണ്ട്, വാരി തരാറുണ്ട്. പിന്നെ കൊച്ചു മോനെ പോലെ തന്നെ നോക്കണം. അടിപൊളിയില്ല, എനിക്ക് ഇത്ര പറയുള്ളൂ. സ്നേഹം മാത്രം. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ലവ് മദർ ലവ് ഫസ്റ്റ്. ഗോസിപ്പ് സെഷൻ ഒരു മെമ്മറിയാണ്. അതല്ലാതെ പിന്നെ നമ്മൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായാലും നമ്മളെല്ലാം ഡിസ്കസ് ഒക്കെ ചെയ്യുമല്ലോ. പിന്നെ ജോലിക്ക് പോകുന്ന കാര്യമായാലും സങ്കടങ്ങളായാലും സന്തോഷങ്ങളൊക്കെ ആയാലും നമ്മുടെ തന്നെ ഡിസ്കസ് ചെയ്യും. എന്താ പറയാ, കൊറേ ഉണ്ട്, ഒന്നെടുത്തൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളൂ. നമ്മള് കഷ്ടപ്പെട്ട് സാധാ പണിയൊക്കെ എടുത്ത് കൂലിപ്പണിയൊക്കെ പോയി എടുത്ത് നമ്മള് പഠിപ്പിച്ച് ഇത്ര ആക്കി, ഇനി ഒരു ജോലി ആക്കി അവരെ സന്തോഷിപ്പിക്കണം എന്നിട്ട് ആ മൊമെന്റ് കാണിച്ചു കൊടുക്കണം. അതെ അത്രേ ഉള്ളൂ. ഇവരെന്നെ കരയിപ്പിക്കും.
ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്കും അമ്മേനെ കെയർ ചെയ്തത്. അപ്പോഴാണ് നമ്മൾ അമ്മ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമല്ലോ. അതാണ് എനിക്ക് ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അമ്മ കെയർ ചെയ്യുന്നത് ആ നല്ലപോലെ കെയർ ചെയ്തു. അപ്പോഴും നമ്മളൊരു അമ്മയായപ്പോഴത്തേക്കും അമ്മ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളെ വളർത്തിയത് എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പൊ ആ ഒരു മൊമെന്റിലാണ് എനിക്ക് മനസ്സിലായത് ആ സ്ട്രഗിൾ. എങ്ങനെയുണ്ട് മദർ അയ്യോ അടിപൊളി, ഭയങ്കര കുസൃതിയാണ് ഇവൻ. അപ്പൊ നമ്മൾക്ക് മനസ്സിലാവും നമ്മളും ഈ ഒരു ഇതിൽ വന്നപ്പോ അവര് ഈ ഒരു ഏജ് വരെ, നമ്മൾ ഇത്ര ഏജ് വരെ എത്തിയപ്പോ അവർ അത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇത്ര എത്തിച്ചത്. അപ്പൊ ഈ ഒരു അവസരത്തില് എനിക്ക് അമ്മേന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് സോറി പറയാൻ തോന്നുന്നു. നമ്മള് അറിഞ്ഞോ അറിയാതെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഞാൻ എന്റെ അമ്മേന്റെ അടുത്ത് സോറി പറയും. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് കൊടുക്കും. ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം നമ്മളിവിടെ എറണാകുളത്ത് ഹോസ്റ്റലിലും കാര്യങ്ങളിലെല്ലാം നിൽക്കുന്ന മാരീഡ് ആയിട്ട് ഹസ്ബൻഡ് വീട്ടില്, എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിളിക്കാനാണെങ്കിലും ഫസ്റ്റ് അമ്മയേ ഉണ്ടാവുള്ളൂ, പിന്നെ ഇവര് രണ്ടുപേര്. അല്ലാണ്ട് നമുക്ക് എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ ഒരിക്കലും തള്ളിപ്പറയോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. എന്ത് തെറ്റ് ചെയ്താലും അത് ശരിയാണെങ്കിൽ ശരിയാന്ന് പറയാം, തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറഞ്ഞിട്ട് ശരിയായ ഏതാണോ അങ്ങനെ ചെയ്യണം. അങ്ങനെ കാരണം അമ്മമാർക്ക് പകരം എന്തായാലും ആര് വന്നാലും നമ്മുടെ അമ്മമാർക്ക് പകരം അമ്മമാര് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ വിളിക്കും, ജസ്റ്റ് വിഷയം വേണമെങ്കിൽ ഒരു ഉമ്മയും കൊടുക്കും. അമ്മ ഒറ്റക്ക് എന്നെ വളർത്തി, അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. അപ്പൊ അമ്മ കഷ്ടപ്പെട്ട് ഒറ്റക്കൊക്കെ വളർത്തി ഇങ്ങനെയൊക്കെ ആക്കി. അത് തന്നെ. ഐ ലവ് യു അമ്മ. ലോട്ട്സ് ഓഫ് ലവ് എന്ന് മാത്രം പറയാനുള്ളൂ, അല്ലാണ്ട് എന്താ പറയാ. കൊറേ എന്തെങ്കിലൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ലവ്.